ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ ഇൻഡ്യൂസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഭാഗത്തെ 4ാമത്തെ വീഡിയോ ആണ്. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു വെൻ ഡയഗ്രം, അതുപോലെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതുപോലെ മിസ്സിംഗ് നമ്പേഴ്സ്. ഇത് വരുന്ന അനോളജി എന്ന് പറയുന്ന ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അനോളജി എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് സമാന ബന്ധം കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ലെറ്റർ അനോളജി ഉണ്ട്, അതുപോലെ വേർഡ് അനോളജി ഉണ്ട്, അതുപോലെ നമ്പർ അനോളജി ഉണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസ്, ഈ ജനറൽ ഇൻഡ്യൂസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഭാഗത്തെ എല്ലാ വീഡിയോസും നിങ്ങൾക്കാണ്. അപ്പോൾ നമുക്ക് എന്താ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേർഡ് അനോളജി എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് ഡ്രാമ എന്ന് പറഞ്ഞത് സ്റ്റേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡ്രാമ സ്റ്റേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ടെന്നീസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഡ്രാമ എന്ന് കളിക്കുന്നത് എവിടെ പെർഫോം ചെയ്യുന്നത്? സ്റ്റേജിലാണ് പെർഫോം ചെയ്യുന്നത്. എന്നാൽ ടെന്നീസ് എവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത്? നമുക്ക് ഇവിടെ നോക്കാം ഏതെല്ലാമാണ് ഓപ്ഷനിൽ. ടൂർണമെന്റ് ഉണ്ട്, നെറ്റ് ഉണ്ട്, കോർട്ട് ഉണ്ട്, റാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കോർട്ടിലാണ് ഈ ഒരു ടെന്നീസ് പെർഫോം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് കാര്യമുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുള്ളൂ. നമുക്ക് ഈ നമ്പറായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ 7554 എന്നത് 5362 ബന്ധം പുലർത്തുന്നു. അങ്ങനെയെങ്കിൽ 4673 ഉള്ളത് എങ്ങനെയാണ്, ഏത് സംഖ്യയോടാണ് ബന്ധമാകുന്നത് അല്ലെങ്കിൽ സാമ്യമുള്ളത് എന്ന് ചോദിച്ചിട്ടുള്ളത്. 2387 ഉണ്ട് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി 2451 ഉണ്ട്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 2531. ഓപ്ഷൻ ഡി 2500 ആണ്. അപ്പോൾ നോക്കുക എങ്ങനെയാണ് ഇത് സാമ്യം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റത്തെ ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കാം. അത് എങ്ങനെയാണത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനോട് 7584 നിന്നും 5362 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടുന്നത് 2222 ആണ്. അതേപോലെ തന്നെ നമ്മൾ 4673 നിന്നും മൈനസ് 2222 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ഇടുന്നത്? 2481. ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ അതുപോലെ പല രീതിയിലുള്ള ബന്ധം കാണിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് വരാം. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. ഇവിടെ 6 എന്നുള്ളത് 222 സൂചിപ്പിച്ചു എന്നെങ്കിൽ 7 എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കാതെ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 6ഉം 222 തമ്മിലുള്ള ഒരു ബന്ധം, എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം തമ്മിൽ. അപ്പോൾ 6 നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെ വന്നിരിക്കുന്നത്? 6 എന്നുള്ളത് 6 ക്യൂബ് പ്ലസ് 6 വന്നിരിക്കുന്നത്. 6 ക്യൂബ് 6 ഇൻറ്റു 6 ഇൻറ്റു 6 6ന്റെ ക്യൂബ് 6ന്റെ സ്ക്വയർ 36 ഇൻറ്റു 6 216. 216 പ്ലസ് 6 അങ്ങനെയാണ് 222 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 7ന്റെ ക്യൂബ് എത്രയായിരിക്കും? 7 ഇൻറ്റു 7 ഇൻറ്റു 7 343 പ്ലസ് 7 കൂടി കൂട്ടിയാൽ നമുക്ക് എത്തുന്നത് 350. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇതുപോലുള്ള സാമ്യം ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം വേറൊരു ക്വസ്റ്റ്യൻസ്. നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ ഡിസ്പ്ലേ കാണിക്കുന്നത്. അതിൻ്റെ ആൻസർ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഏത് രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷന് നിങ്ങൾക്ക് ചെയ്താൽ 65 30 സാമ്യമായിട്ടുണ്ടെങ്കിൽ 98 എന്നുള്ളത് എന്തിനോട് ആണ്? 62 ആണ്. 92 50 72. അപ്പോൾ 62 എന്നുള്ളത് 30 ബന്ധം പുലർത്തുന്നത്. അങ്ങനെ 98 എന്നുള്ളത് ഏത് സംഖ്യയോടായിരിക്കും? ഓപ്ഷൻ എ 62, ഓപ്ഷൻ ബി 92, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 72. അപ്പോൾ ഇവ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം കണ്ടുപിടിക്കുക. ബന്ധം കണ്ടുപിടിക്കുന്നതിന് ശേഷം ആൻസർ കറക്റ്റായിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5409 36 എന്തിനോട്? 54 എന്നുള്ളത് 09 ആണ് അതിനോട് ബന്ധം കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ 36 എന്നുള്ളത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ എ 7 ആണ്, ഓപ്ഷൻ ബി 9 ആണ്, ഓപ്ഷൻ സി 10 ആണ്, ഓപ്ഷൻ ഡി 18 ആണ്. അപ്പോൾ അനോളജി എന്ന് പറഞ്ഞ ഭാഗത്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറും. ഇതിൻ്റെ ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 2ൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള എല്ലാ വീഡിയോസും ലഭിക്കാൻ
നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.